നമസ്കാരം. കേരളത്തിലെ ബി.ജെ.പിയിൽ ഇനി മുതൽ ഗ്രൂപ്പിസം വെച്ച് പൊറുപ്പിക്കില്ല. എല്ലാ തീരുമാനങ്ങളും കേന്ദ്ര നേതൃത്വം നേരിട്ടെടുക്കും. കേന്ദ്രം എടുക്കുന്ന ഇത്തരം തീരുമാനങ്ങൾ നടപ്പിലാക്കുക എന്നത് മാത്രമായിരിക്കും സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്തം. കഴിഞ്ഞ ദിവസം തൃശൂരിൽ നടന്ന സംസ്ഥാന നേതൃയോഗത്തിൽ പ്രതിഫലിച്ചത് മുഴുവൻ ദേശീയ നേതൃത്വത്തിന് സംസ്ഥാന നേതൃത്വത്തോടുള്ള അതൃപ്തി തന്നെയായിരുന്നു. ഉദ്ഘാടകനായ ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ രാധാമോഹൻ അഗർവാൾ MP-യാണ് സംസ്ഥാന നേതൃത്വത്തിനെതിരെ വളരെ ശക്തമായ രീതിയിൽ നിലപാടുകൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. താഴേക്കിടയിലുള്ള പ്രവർത്തനം മെച്ചമല്ലാത്തത് കൊണ്ടാണ് തങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കാത്തതെന്നാണ് സംസ്ഥാന നേതൃത്വം അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഗ്രൂപ്പിനുള്ളിലെ അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങൾ കൊണ്ട് മാത്രമാണ് ബി.ജെ.പിക്ക് കാര്യമായ രീതിയിലുള്ള സ്വാധീനം കേരളത്തിൽ ചെലുത്താൻ പറ്റാത്തത് എന്ന് തന്നെയാണ് കേന്ദ്ര നേതൃത്വം കണ്ടെത്തിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു പരോക്ഷമായ താക്കീത് കൂടി ഇതിന് പിന്നിലുണ്ട്. കാരണം കേന്ദ്ര നേതൃത്വത്തെ മറികടന്നുകൊണ്ട് ആരും സംസ്ഥാനത്ത് തീരുമാനങ്ങൾ എടുക്കേണ്ട എന്ന വ്യക്തമായ സന്ദേശവും ഉൾക്കൊള്ളുന്നു. മോദി കേരളത്തിൽ എത്തുമ്പോൾ ഒരു ചർച്ച കൂടി നടത്തും. അതിൽ വ്യക്തമായി തന്നെ ഗ്രൂപ്പിസം അനുവദിക്കില്ല എന്ന് സംസ്ഥാനത്തെ നേതാക്കളോട് പറയും തുടങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നലെ തൃശ്ശൂരിൽ നടന്ന യോഗത്തിൽ ചർച്ചയാക്കപ്പെട്ടത്. അതിനോടൊപ്പം തന്നെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി പരാജയപ്പെടുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം സംസ്ഥാന നേതൃത്വത്തിനായിരിക്കും. അങ്ങനെ ഗ്രൂപ്പിസം കളിച്ച് ഒരു സ്ഥാനാർത്ഥിയെയും തോൽപ്പിക്കാൻ അനുവദിക്കില്ല എന്നുകൂടി അവർ പറഞ്ഞിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ബി.ജെ.പി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. അതായത് മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഒക്കെ വലിയ വിജയം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.പിക്ക് ലഭിച്ചിരുന്നു. അങ്ങനെ അവിടെയൊക്കെ വിജയം നേടാമെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിൽ വിജയിച്ചുകൂടാ? കേരളത്തിലും തങ്ങൾക്ക് വിജയിച്ചു കയറാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം കൂടി ബി.ജെ.പി പങ്കുവെക്കുന്നുണ്ട്, പ്രത്യേകിച്ചും ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും. അതിനവർ ഏറ്റവും പ്രധാനമായി ഉയർത്തിക്കാട്ടുന്ന ഒരു വിഭാഗം ക്രിസ്ത്യൻ വിഭാഗം തന്നെയാണ്. കാരണം ഹിന്ദുക്കളെ പോലെ തന്നെ ക്രിസ്ത്യൻസിനും രാജ്യത്തോട് കൂറുള്ളവരാണ് എന്നും ക്രൈസ്തവരെ കുടുംബാംഗങ്ങളെ പോലെ തന്നെ പരിഗണിക്കേണ്ടതുണ്ട് എന്നുകൂടി ബി.ജെ.പിയുടെ പ്രവർത്തകർക്ക് ദേശീയ നേതൃത്വം ഒരു ഉപദേശം നൽകുന്നുണ്ട്. ക്രൈസ്തവർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള സ്നേഹം തനിക്ക് കഴിഞ്ഞ ദിവസം ബോണ്ണത്താലെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ മനസ്സിലായി എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. എന്തായാലും കേരളത്തിലെ ക്രിസ്തീയ വിഭാഗങ്ങളെ ഒപ്പം നിർത്താൻ തന്നെയാണ് ബി.ജെ.പിയുടെ തീരുമാനം. അതിനധികം ദൂരമൊന്നുമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ അതിനുള്ള പ്രധാനപ്പെട്ട നീക്കങ്ങൾ ഉണ്ടായിരിക്കും. നമുക്കറിയാം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിൽ എത്തുന്ന സമയത്ത് ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാരുമായി ഒരു ചർച്ചയ്ക്കുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് ഇതിനോടകം തന്നെ പല റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. കാരണം രാജ്യം മിക്കവാറും എടുക്കുന്ന എല്ലാ നയങ്ങൾക്കും ഒപ്പമാണ് രാജ്യത്തെ ക്രൈസ്തവ വിഭാഗം. പ്രത്യേകിച്ചും പശ്ചിമേഷ്യയിലെ ഇസ്രായേൽ ഹമാസ് പോരാട്ടത്തിൽ ഉൾപ്പെടെ രാജ്യം എന്ത് നിലപാടാണോ സ്വീകരിച്ചത് ആ നിലപാടിനൊപ്പം നിൽക്കുന്ന ഒരു പ്രവണത ക്രിസ്തീയ വിഭാഗം കാണിക്കുന്നുണ്ടായിരുന്നു. ഇതിൽ തന്നെയാണ് ബി.ജെ.പിയുടെ കണ്ണുള്ളത്. അങ്ങനെ ക്രിസ്തീയ വിഭാഗങ്ങളെ കൂടി ഒപ്പം നിർത്തിക്കൊണ്ട് അവരെ സഹോദരങ്ങളായി കണക്കാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ള ഒരു വ്യക്തമായ സന്ദേശം നിലവിൽ സംസ്ഥാന നേതൃത്വത്തിന് കേന്ദ്ര നേതൃത്വം നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.